നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വന്തം ഗംഭീര വിജയത്തോടുകൂടി ടീം ഇന്ത്യ അഫ്ഗാനെതിരെയുള്ള പരമ്പര തൂത്തുവാരിയിരിക്കുകയാണ്. എന്തൊരു പ്രകടനമാണ് നമ്മുടെ ഓപ്പണർമാർ യശസ്വി ജയ്സ്വാളും അതുപോലെ ഹിറ്റ്മാനും ചേർന്ന് നടത്തിയിരിക്കുന്ന 9 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം നമ്മൾ നേടിയിരിക്കുകയാണ്. വെറും 28.4 ഓവറുകളിൽ അഫ്ഗാൻ ഉയർത്തിയ 219 എന്ന വിജയ ലക്ഷ്യം നമ്മൾ മറികടന്നു കഴിഞ്ഞു. ഒരേ ഒരു വിക്കറ്റിനാണ് നമ്മൾ ഇതിലേക്ക് എത്തിയതെന്ന് പറയുമ്പോൾ 9 വിക്കറ്റിൻ്റെ ഗംഭീര വിജയമാണ്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ നിശ്ചിത 50 ഓവറുകൾ പൂർത്തിയാക്കിയില്ല. 45-ാമത്തെ ഓവറിൽ അവർ 218 റൺസിന് ഓൾ ഔട്ടായി. നമ്മൾ അവരുടെ ഇന്നിങ്സിനെ കുറിച്ച് ഇന്നിങ്സ് ബ്രേക്കിന് സമയത്ത് വിശദമായി പറഞ്ഞതാണ്. പ്രസിദ്ധ കൃഷ്ണ എറിഞ്ഞിട്ടപ്പോൾ വെറും 36 റൺസിലേക്ക് എത്തുമ്പോൾ അവരുടെ 4 വിക്കറ്റ് പോയിരുന്നു. റഹ്മാനുള്ള ഗുർബാസ് 5, ഇബ്രാഹിം സദ്രൻ 11, റഹ്മദ് ഷാ 5, റസൂലി 1 ഇങ്ങനെ പോയതാണ്. പക്ഷേ അഷ്മത്തുള്ള ഷാഹിദിയും അസ്മത്തുള്ള ഒമർസായും ചേർന്നുകൊണ്ട് അവരെ രക്ഷിച്ചെടുത്തു. ഒമർസായി 56 പന്തിൽ 50 റൺസ് അടിച്ചപ്പോൾ നബി 23 പന്തിൽ 21 റൺസ് അടിച്ചു. അതേസമയം ആഷ്മത്തുള്ള ഷാഹിദി നായകൻ അദ്ദേഹത്തിൻ്റെ ഏകദിനത്തിലെ ആദ്യ സെഞ്ചുറി നേടി. 131 പന്തിൽ നിന്നാണ് 102 റൺസ് അദ്ദേഹം അടിച്ചു. ചുരുക്കത്തിൽ അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സാണ് അവരെ 200 കടത്തി വിട്ടത്. പക്ഷേ 218 ഒട്ടും മികച്ചൊരു സ്കോർ ആയിരുന്നില്ല. പ്രസിദ്ധ കൃഷ്ണ 8.2 ഓവറിൽ 23 റൺസിൽ 5 വിക്കറ്റ് നേടി ഇന്ത്യക്കായിട്ട് ഗംഭീര ബൗളിംഗ് പ്രകടനം നടത്തുകയും ചെയ്തു. മറുപടി ബാറ്റിങ്ങിൽ പൊളിച്ചടുക്കലായിരുന്നു. യശസ്വി ജയ്സ്വാളും രോഹിത് ശർമ്മയും ചേർന്നുകൊണ്ട് അങ്ങ് അടിച്ച് തീർത്തു. 23-ാമത്തെ ഓവറിൽ രോഹിത് മടങ്ങുമ്പോഴേക്കും സ്കോർ ബോർഡ് 270 കഴിഞ്ഞിരുന്നു. രോഹിത് 69 പന്തിൽ 9 4ഉം 3 6ഉം അടക്കം 79 റൺസ് അടിച്ചു. സെഞ്ചുറി നമ്മൾ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. എന്നാൽ മറുഭാഗത്ത് യശസ്വി ജയ്സ്വാളിൻ്റെ സെഞ്ചുറി കുറിച്ചു. 86 പന്തിൽ നിന്ന് 14 4ഉം 3 6ഉം അടക്കം 110 റൺസ് അടിച്ച് അദ്ദേഹം പുറത്താകുന്നു. ഒപ്പം ശ്രേയസ് അയ്യർ 19 പന്തിൽ 20 റൺസുമായിട്ട് പുറത്താകുന്നപ്പോൾ ടീം ഇന്ത്യ 9 വിക്കറ്റിൻ്റെ ഗംഭീര വിജയം നേടി പരമ്പര 3-0 തൂത്തുവാരിയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൻ്റെ എത്താം.